നമസ്കാരം. ചാണക്യവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ പല വഴികളിലൂടെ കടന്നുപോകുന്നു. പലതരം ആളുകളെ കണ്ടുമുട്ടുന്നു. ചിലർ നമ്മുടെ കൈപിടിച്ചു മുന്നോട്ട് നടക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. എന്നാൽ മറ്റു ചിലരുണ്ട്. അവരുടെ സാന്നിധ്യം നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയുന്നു. നമ്മുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ചാണക്യന്റെ കാഴ്ചപ്പാടിൽ അത്തരക്കാർ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരമാണ്. അവരെ തിരിച്ചറിയുന്നത് ഒരു കലയാണ്. അത് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാനുള്ളൊരു വഴിയാണ്. ചാണക്യൻ പറയുന്നു, വിഷാദ് അമൃതം അശുചേർ ഹിരൺമയം നീചാദ് വിദ്യ ദുസ്വാർത്ഥാത് ധർമ്മം. അതായത്, വിഷത്തിൽ നിന്ന് അമൃതം, അശുദ്ധമായതിൽ നിന്ന് സ്വർണം, നീചനിൽ നിന്ന് വിദ്യ, ദുഷ്ടതയിൽ നിന്ന് ധർമ്മം എന്നിവ സ്വീകരിക്കാം. ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട്. മോശമായ കാര്യങ്ങളിൽ നിന്നും നല്ലത് പഠിക്കാം. എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് മോശമാളുകളിൽ നിന്ന് നാം അകന്നു നിൽക്കേണ്ടതിന്റെ ആവശ്യകത. ഇന്ന് നമ്മൾ ചാണക്യന്റെ വാക്കുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ട നിലവാരം കുറഞ്ഞ ആളുകളുടെ 11 ലക്ഷണങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. 1. അഹങ്കാരവും പരിഹാസവും. നിലവാരം കുറഞ്ഞ ആളുകളുടെ മുഖമുദ്ര അവരുടെ അഹങ്കാരമാണ്. അവർ മറ്റുള്ളവരുടെ നേട്ടങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും അവരെ താഴ്ത്തിക്കെട്ടാനും പരിഹസിക്കാനും ശ്രമിക്കും. താനാണ് എല്ലാത്തിലും മികച്ചവനെന്ന ചിന്ത അവര് ഭരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചാണക്യൻ ഇപ്രകാരം പറയുന്നു, ഒരു സാധാരണക്കാരൻ എല്ലാത്തിനും മുകളിലാണ് താനെന്ന് കരുതുന്നു. എന്നാൽ യഥാർത്ഥ ബുദ്ധിമാൻ അറിവു നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ അഹങ്കാരം അവരുടെ ഉള്ളിലെ അരക്ഷിതത്വത്തിൽ നിന്ന് വരുന്നതാണ്. അവർ തങ്ങളുടെ പോരായ്മകളെ അംഗീകരിക്കാൻ ഭയപ്പെടുന്നു. അതിനെ മറയ്ക്കാൻ അവർ മറ്റുള്ളവരുടെ നേട്ടങ്ങളെ താഴ്ത്തിക്കെട്ടുന്നു. ഒരു കൂട്ടായ ചർച്ചയിൽ ഒരാശയം മുന്നോട്ട് വെച്ചാൽ പോലും അതിനെ തള്ളിക്കളഞ്ഞ് സ്വന്തം അഭിപ്രായം മാത്രം ശരിയാണെന്ന് വാദിക്കും. ഇത്തരക്കാർക്ക് യഥാർത്ഥത്തിൽ പഠിക്കാനോ വളരാനോ കഴിയില്ല. അജ്ഞാനം ദുഷണം യേഷാം സ്വയം വിദ്വാൻ മനസാ. തങ്ങളെത്തന്നെ ബുദ്ധിമാന്മാരായി കണക്കാക്കുന്നവർക്ക് സ്വന്തം അജ്ഞതയാണ് ഏറ്റവും വലിയ ദോഷം. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ ആശയം അവതരിപ്പിക്കുമ്പോൾ ഒരാൾ അതിനെ തള്ളിക്കളഞ്ഞ് ഇതൊക്കെ എനിക്ക് എപ്പോഴേ അറിയാവുന്ന കാര്യമാണ്, ഇതിലൊന്നും ഒരു പുതുമയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. ഇതാണ് അഹങ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണം. വിഡ്ഢിയായ ഒരാളെ ഉപദേശിക്കുന്നത് പാഴ്വേലയാണ്. കാരണം വിഡ്ഢിത്തം അവരുടെ ജന്മസ്വഭാവമാണ്. നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ പറയും, ഇതൊക്കെ വെറുതെയാണ്, ഇതിലൊരു കാര്യവുമില്ല എന്നൊക്കെ. അത്തരക്കാരുടെ വാക്കുകളിൽ വീഴാതെ നിങ്ങളുടെ വഴിയിൽ മുന്നോട്ടു പോകുക. 2. നന്ദിയില്ലായ്മ. നിങ്ങൾ ഒരാൾക്ക് എത്ര വലിയ സഹായം ചെയ്താലും അതിന് നന്ദി പറയാൻ അവർക്ക് മനസ്സുണ്ടാവില്ല. അവർക്ക് ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും അവരുടെ അവകാശമാണെന്ന് അവർ കരുതുന്നു. ചാണക്യന്റെ ഒരു പ്രശസ്തമായ ഉദ്ധരണി ഇതാണ്, നന്ദിയില്ലാത്തവരോട് ഒരു ഉപകാരവും ചെയ്യരുത്. അത് വരണ്ട മരത്തിൽ വെള്ളമൊഴിക്കുന്നതുപോലെയാണ്. നന്ദി എന്നത് ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനമാണ്. അതില്ലാതാകുമ്പോൾ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. നിങ്ങൾ അവർക്ക് എത്ര വലിയ സഹായം ചെയ്താലും ഒരു ദിവസം നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞവർ പോകും. അവർക്ക് നിങ്ങളോടുള്ള ബന്ധം സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ്. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു, ഒരാൾ ചെയ്യുന്ന നന്മയ്ക്ക് നന്ദി പറയാത്തവൻ മൃഗതുല്യനാണ്. 3. അസൂയയും കുശുമ്പും. മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ ഇത്തരം വ്യക്തികൾക്ക് സന്തോഷമുണ്ടാകില്ല. മറിച്ച് അസൂയയും ദേഷ്യവുമാണുണ്ടാകുക. നിങ്ങളുടെ ഉയർച്ച അവരെ വല്ലാതെ അസ്വസ്ഥരാക്കും. അവർ നിങ്ങളെ പുകഴ്ത്തുന്നതിനു പകരം നിങ്ങളുടെ വിജയം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിക്കും. അത്തരക്കാർക്ക് നിങ്ങളുടെ പരാജയത്തിലാണ് യഥാർത്ഥ സന്തോഷം. ആചാര്യ ചാണക്യൻ പറയുന്നു, അസൂയയുള്ള മനുഷ്യൻ തന്റെ ദുരിതത്താൽ മാത്രമല്ല മറ്റുള്ളവരുടെ സന്തോഷം കണ്ടും സങ്കടപ്പെടുന്നു. നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് നിസ്സാരവൽക്കരിക്കാനും അതിലെന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്താനും അവർ ശ്രമിക്കും. അസൂയ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ വിഷലിപ്തമാക്കുന്നു. അത് ചുറ്റുമുള്ള എല്ലാ നന്മകളെയും നശിപ്പിക്കാൻ ശ്രമിക്കും. പരേ ഗുണേഷ്വപിന ദോഷദൃഷ്ടിം യേ ശത്രവസ്ഥേ ശ്ലോകേ. മറ്റുള്ളവരുടെ നന്മയിൽ പോലും ദോഷം കാണുന്നവർ ശത്രുക്കളാണ്. വാക്കുകൾക്ക് വിലയില്ലാത്തവർ. നിലവാരം കുറഞ്ഞ ആളുകൾക്ക് അവരുടെ വാക്കിന് ഒരു വിലയുമില്ല. അവർ പല വാഗ്ദാനങ്ങൾ നൽകും, പക്ഷേ അതൊന്നും പൂർത്തിയാക്കില്ല. അവരുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാലും അത് രഹസ്യമായി വയ്ക്കാനുള്ള കഴിവ് അവർക്കില്ല. അവരുടെ രഹസ്യങ്ങൾ പോലും അവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും. ഇത് ഇത്തരം വ്യക്തികളുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്നു. ഇത്തരം ആളുകൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ ഒരു വിലയുമുണ്ടാവില്ല. പരാതികൾ മാത്രം,
ഇത്തരം വ്യക്തികൾക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും പരാതികൾ മാത്രമായിരിക്കും. കാലാവസ്ഥ മുതൽ രാഷ്ട്രീയം വരെ എല്ലാത്തിലും അവർക്ക് അതൃപ്തി കാണും. അവർ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം പരാതികൾ പറഞ്ഞ് സമയം കളയും. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ അവർക്കറിയില്ല. അവർക്ക് മുന്നിലുള്ള സുവർണാവസരങ്ങൾ പോലും അവർ പരാതി പറഞ്ഞ് നഷ്ടപ്പെടുത്തും. നിഷേധാത്മക ചിന്താഗതി. ചാണക്യന്റെ വീക്ഷണത്തിൽ നിഷേധാത്മക ചിന്താഗതിയുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അവർക്കെല്ലാ കാര്യത്തിലും നെഗറ്റീവ് വശങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. ഒരു നല്ല കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലും അതിലെ ദോഷവശങ്ങൾ കണ്ടെത്തി നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. ഒരു നല്ല ആശയം മുന്നോട്ട് വെച്ചാൽ ഇതൊന്നും നടക്കില്ല എന്നു പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കും. ചാണക്യൻ ഉപദേശിക്കുന്നു, നിഷേധാത്മകമായ ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അത്തരക്കാർക്ക് നല്ല കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ കഴിയില്ല. ചാണക്യനീതിയിൽ പറയുന്ന ഒരു ശ്ലോകം ഇതാണ്: ദുർജനസ്യച്ച സംസർഗം ത്യജേത് സർവധാധനം. അതായത്, ദുർജനങ്ങളുമായുള്ള കൂട്ടുകെട്ട് എല്ലാ തരത്തിലും ഉപേക്ഷിക്കണം. നിഷേധാത്മകരായ ആളുകളുമായി സമയം ചിലവഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ഊർജ്ജവും ലക്ഷ്യബോധവും നഷ്ടപ്പെടും. നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അവരതിനെ വിമർശനാത്മകമായി മാത്രമേ കാണുകയുള്ളൂ. അതിനാൽ നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും വിജയത്തിനും വേണ്ടി അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനുള്ള പ്രവണത. നിലവാരം കുറഞ്ഞ ആളുകൾക്ക് സ്വന്തം കാര്യം മാത്രമേ ഉണ്ടാകൂ. അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടാൻ അവർ നിങ്ങളെ ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ ഒരു ചവറുകൂനയിലേക്ക് വലിച്ചെറിയുന്നതുപോലെ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങൾ അവർക്കൊരു ഗോവണി പോലെയാണ്. ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ ആ ഗോവണി വലിച്ചെറിയും. ചാണക്യൻ ഈ സ്വഭാവത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ഏവം ഹി മൂർഖ ജനത പരോപകാരേന്ന വിന്ദതേ സ്വകാര്യെ സാക്ഷാൽ ലാഭേത്തു പരകീയം നാശേതി. മൂഢന്മാർ മറ്റുള്ളവരെ സഹായിക്കുകയില്ല, മറിച്ച് സ്വന്തം കാര്യം നേടാൻ മറ്റുള്ളവരെ നശിപ്പിക്കും. ഇങ്ങനെയുള്ള ആളുകൾ സൗഹൃദം സ്ഥാപിക്കുന്നത് നിങ്ങൾക്ക് അവർക്കെന്തെങ്കിലും പ്രയോജനം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കിയാണ്. നിങ്ങളുടെ പണം, അധികാരം, സ്വാധീനം എന്നിവയാണ് അവരുടെ ലക്ഷ്യം. നിങ്ങളുടെ പ്രയോജനം കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല. അതിനാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളുടെ സാന്നിധ്യം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ നിങ്ങളെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴി മാത്രമായി കാണുന്നുണ്ടോ അതോ ഒരു യഥാർത്ഥ സുഹൃത്തായി കാണുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരുടെ അഭാവത്തിൽ മോശം പറയുന്നത്. ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ മുന്നിൽ നല്ലത് പറയും, പക്ഷേ നിങ്ങളില്ലാത്തപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മോശം പറയും. ഇത്തരം ആളുകൾക്ക് ആത്മാർത്ഥതയില്ല. ഇവർ സൗഹൃദം സൂക്ഷിക്കുന്നത് അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ചാണക്യൻ അത്തരക്കാരെ വിഷം നിറഞ്ഞ കുടത്തിലെ പാൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പൃഷ്ഠതഃ കാര്യം ഹന്തി യോഹി മുഖേ പ്രിയവാദിനം. നിങ്ങളുടെ മുന്നിൽ നല്ലത് പറയുകയും നിങ്ങളുടെ അഭാവത്തിൽ ദോഷം ചെയ്യുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ശത്രു. ഇത്തരക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അവർ നിങ്ങളുടെ മുന്നിൽ സ്നേഹം അഭിനയിക്കുകയും നിങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ യശസ്സിന് കളങ്കം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മുന്നിൽ അവർ നല്ലത് പറയും, പക്ഷേ നിങ്ങളില്ലാത്തപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മോശം പറയും. ഇത്തരം ആളുകൾക്ക് ആത്മാർത്ഥതയില്ല. ഇവർ സൗഹൃദം സൂക്ഷിക്കുന്നത് അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കില്ല. ഇത്തരം വ്യക്തികൾ ഒരു തെറ്റു ചെയ്താൽ അതൊരിക്കലും അംഗീകരിക്കില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ അവർ എപ്പോഴും തയ്യാറായിരിക്കും. താൻ ചെയ്ത ഒരു തെറ്റിനും അവർക്ക് ഉത്തരവാദിത്തമില്ല. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: യഹ് സ്വദോഷം ന മന്യതേ സ പരോപദേശം ന ശൃണോതി. അതായത്, സ്വന്തം തെറ്റ് അംഗീകരിക്കാത്തവൻ മറ്റുള്ളവരുടെ ഉപദേശവും കേൾക്കില്ല. തെറ്റ് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർക്ക് ഒരിക്കലും സ്വയം മെച്ചപ്പെടാൻ കഴിയില്ല. അഹങ്കാരവും ഈഗോയും അവരെ സത്യത്തിൽ നിന്ന് അകറ്റുന്നു. ഒരു തെറ്റു ചെയ്യുമ്പോൾ അത് അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് യഥാർത്ഥ വിവേകമുള്ളവരുടെ ലക്ഷണം. അല്ലാത്തവർ സ്വന്തം പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് ജീവിതം പാഴാക്കും. വ്യാജമായ സ്നേഹം. നിലവാരം കുറഞ്ഞ വ്യക്തികൾക്ക് നിങ്ങളുടെ പണത്തോടോ സ്ഥാനത്തോടോ ആയിരിക്കും സ്നേഹം. നിങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥമല്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവില്ല എന്ന് കണ്ടാൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. യസ്മിൻ ലാഭയെന്ന പ്രീതി തസ്മിൻ ബന്ധുത്വമഭിനഭവതി. ചുരുക്കി പറഞ്ഞാൽ, ലാഭമില്ലെങ്കിൽ സൗഹൃദവുമില്ല. ഇത്തരക്കാർ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ ചിന്തിക്കാത്തവരാണ്. അവർക്ക് വേണ്ടത് അവരുടെ നേട്ടങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ സാമ്പത്തിക നിലയോ സമൂഹത്തിലെ സ്ഥാനമോ കുറഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുക. സമയം പാഴാക്കുന്നവർ. ഇവർ തങ്ങളുടെ സമയം പാഴാക്കുന്നതുപോലെ മറ്റുള്ളവരുടെ സമയവും പാഴാക്കും. അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചും ദുരുപദേശം നൽകിയും നിങ്ങളുടെ വിലയേറിയ സമയം ഇവർ അപഹരിക്കും. നിങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ള വ്യക്തിയാണെങ്കിൽ ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കണം. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: മൂർഖേണ സഹ വാദോഹി നഹി ബുദ്ധിയെ ശോകന. മൂഢന്മാരുമായുള്ള വാഗ്വാദം
ബുദ്ധിമാന്മാർക്ക് ഒരിക്കലും നല്ലതല്ല. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് പാഴാക്കാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവരുമായി മാത്രം സമയം ചിലവഴിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, ഈ 11 ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിലവാരം കുറഞ്ഞ ആളുകളെ അകറ്റാൻ സാധിക്കും. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അതിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ നമുക്കോരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുക. നല്ല ആളുകളോട് സഹവസിക്കുക. കാരണം നിങ്ങൾ ആരുടെ കൂടെയാണോ സമയം ചിലവഴിക്കുന്നത്, അതായിരിക്കും നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. വിദ്യാ ദദാതി വിനയം, വിനയാത് യാതി പാത്രതാം. വിദ്യ വിനയം നൽകുന്നു. വിനയത്തിൽ നിന്ന് യോഗ്യത ലഭിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അറിവുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും വിനയമുണ്ടായിരിക്കും. ഈ വിനയം അവനെ ജീവിതത്തിൽ ഉന്നതിയിലെത്തിക്കുന്നു. അതുപോലെ ഒരു നല്ല വ്യക്തിക്ക് വിനയം, സ്നേഹം, ആത്മാർത്ഥത എന്നിവയുണ്ടാകും. ഇതാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. നന്ദി, നമസ്കാരം.